ഹായ്, എല്ലാവർക്കും നമസ്കാരം. എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുടിച്ചായി. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരാറ്റുപേട്ട മേലുകാവിൽ ചുങ്കപ്പുര അവരുടെ വീട്ടിലാണ്. ഇത് ബോഡോ കാർപ്പസ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്യാനൊക്കെ ഈ ചെടി വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നൂർന്ന് കയറിപ്പോകുന്നതും വേറെ ഒരു കംപ്ലൈൻറ്റോ കേടോ ഇല്ലാത്ത ഒരു ചെടിയാണ്. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപ്പ് കിട്ടുന്ന ഒരു ചെടിയാണ്. പിന്നെ അതിൻ്റെ തുമ്പത്ത് ഉള്ള ഇല വളരെ ഭംഗിയാണ്. അതൊരു പൂമാതിരി വെള്ള കളറിൽ വിശ്രമിക്കുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെയുള്ളൊരു ചെടിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടുത്തെ മേഡം ഉണ്ട്, പുള്ളിക്കാരത്തി പറഞ്ഞു തരും. എനിക്കിതിനെ കൂടുതൽ ഇതിനെപ്പറ്റി അറിയില്ല. അതിൻ്റെ ബാക്കി വിശദങ്ങൾ പുള്ളിക്കാരത്തി ചെയ്യുന്നതാണ്. അപ്പോൾ ചെടിയുടെ കാഴ്ചയിലേക്ക് പോകാം. ഇത് നിങ്ങൾ ഒരു വീട്ടിൽ ഒന്ന് വെക്കേണ്ട അത്യാവശ്യമായ ചെടിയാണ്. ഇത് നമുക്ക് ലൈനായിട്ടൊക്കെ നമ്മുടെ മുറ്റത്ത് വെക്കുമ്പം നമ്മൾ എന്ത് ചെടി വെക്കുന്നതിനേക്കാളും നല്ല പച്ചപ്പും അത് മനോഹരമായിട്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തുമ്പത്ത് കണ്ടോ, അത് വളരെ പൂവിനേക്കാളും ഭംഗി കൊടുക്കുന്ന ശകരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ മേഡമായിട്ട് സംസാരിക്കാം. മേഡം നമസ്കാരം. ഇത് എത്ര വർഷമായി? ഇതിപ്പോൾ 2 വർഷമായ ചെടിയാണ്. 2 വർഷമായി. ഇത് തീരെ കുഞ്ഞിതായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. തൈ ചെറുതായിട്ട് ഇത് എവിടുന്ന് കൊണ്ടുവന്നത്? ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതെല്ലേ? അപ്പോൾ അങ്ങനെ അത് കണ്ടെന്ന് ഇതിന്റെ പ്രാധാന്യം ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയതാണെന്നൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ പലയിടത്തും കണ്ടത്. ഇത് ഭയങ്കര വിലയൊക്കെയുള്ള വലിയൊരു ചെടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴാണ് ഇതിന്റെ കായ എടുത്ത് ഞങ്ങളിങ്ങനെ. ഇത് ചില വീടുകളിലൊക്കെ നിൽക്കുമ്പോൾ കൊതി വരും. അതാ നമ്മുടെ കലൂർ കൊച്ചുകുടിയിൽ നിൽപ്പുണ്ട് കുറേ മരങ്ങൾ. അതെനിക്ക് തോന്നുന്ന ഒരു 30 വർഷത്തിനൊക്കെ മുകളിലായി കാണും. ശരി, ഞങ്ങൾക്ക് അറിയാതെ. അതെല്ലേ? ഇതിപ്പോൾ എത്ര മരമുണ്ട് ഇവിടെ? ഇതിലിപ്പോൾ 3 മരമുണ്ട്. 3 മരം. ഇത് വെച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇതിപ്പോൾ 2 വർഷമായി. 2 വർഷമായി അല്ലേ? 2 വർഷമായതാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. അതിപ്പോൾ ഒരു 10 വർഷമായതാണ്. അപ്പോൾ അതിൻ്റെ കായെടുത്താണ് ഞങ്ങളിത് തൈ ഉണ്ടാക്കുന്നത്. ഇത് റെയർ ചെയ്യാന്നാണ് പറയുന്നത്. ഇനി അതുകൂടി ഒന്ന് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള തൈ കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റേ തൈ എന്ന് പറയുമ്പോഴേ കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല. മേഡം, അങ്ങനെ ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇതിന് വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാത്രം കൊടുത്താൽ മതി. പിന്നെ ഞങ്ങൾ വർഷത്തിലൊരു പ്രാവശ്യം ചാണകപ്പൊടി ഇടും എന്നല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല. വേറെ ഫംഗസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഇതിപ്പോൾ ഇത്ര വർഷമായിട്ടും ഒന്നും വേറെ ഇതിനൊരു ഒരു അണുക്കളൊന്നുമില്ല. നല്ല ഇതായിട്ടുള്ള. അപ്പോൾ എന്തേലും ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. അതുകൊണ്ടാണ് നമ്മളവിടുന്ന് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ വരെ പിടിക്കാമെന്ന് വെച്ചത്. ഇതിൻ്റെ തൈ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട്. അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇതിന് വേറെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ വർഷത്തിൽ ഒരു പ്രാവശ്യം ചാണകപ്പൊടി വെള്ളം കൊടുക്കും. പിന്നെ വേനൽക്കാലത്ത് കുറച്ച് നനച്ചു കൊടുക്കും. അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും വളരെ മനോഹരമായ ഒരു ചെടിയാണ്. മുറ്റത്തൊക്കെ വെച്ചാൽ ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ നമുക്ക് വേറെ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഭംഗിയായ ചെടിയാണ്. ഇതിൻ്റെ തൈ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ തരാവുന്ന നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, വിളിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിലെ കാത്തിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളോട് ചേർത്ത്, നിങ്ങളുടെ മോഹങ്ങളോട് ചേർത്ത്, നിങ്ങളുടെ സ്വപ്നങ്ങളോട് ചേർത്ത്, നിങ്ങളുടെ മോഹങ്ങളോട് ചേർത്ത്, നിങ്ങളുടെ ഇഷ്ടങ്ങളോട് ചേർത്ത് ഞങ്ങളുടെ ഭാവന ചാലിക്കുമ്പോൾ, നിങ്ങളുടെ ഇഷ്ടങ്ങളോട് ചേർത്ത് ഞങ്ങളുടെ ഭാവന ചാലിക്കുമ്പോൾ, വീടിനൊരു ജ്വല കാന്തി വരും, ഒന്ന് വിളിച്ചാലും ഓടി വരാം. വീടിനൊരു ജ്വല കാന്തി വരും, ഒന്ന് വിളിച്ചാലും ഓടി വരാം. Evergreen landscape, evergreen nursery, ini മറക്കരുതേ. Evergreen landscape, evergreen nursery, ini മറക്കരുതേ.